ഇന്ത്യൻ എയർഫോഴ്സ് കാലഹരണപ്പെടുന്ന IL-76 ഫ്ലീറ്റുമായി പോരാടുമ്പോൾ IL-100 സ്ലോൺ സൂപ്പർ ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കാൻ റഷ്യ ലക്ഷ്യമിടുന്നു. ദീർഘകാല സൈനിക ബന്ധങ്ങളുടെ ഒരു പ്രധാന പുതുക്കലിൻ്റെ സൂചനയായി റഷ്യ ഇന്ത്യയെ അവരുടെ അടുത്ത തലമുറ IL-100 സ്ലോൺ സൂപ്പർ ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ ചേരാൻ ക്ഷണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ പഴകിയ IL-76 ട്രാൻസ്പോർട്ട് വിമാനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ പ്രവർത്തന വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു നിർണായക സമയത്താണ് വളരെ സാധ്യതയുള്ള ഈ ഓഫർ വരുന്നത്. ക്ഷണം ഔപചാരികമായി അറിയിച്ചാൽ ഇന്ത്യയുടെ തന്ത്രപരമായ എയർലിഫ്റ്റ് കഴിവുകളിലെ വർത്തമാനകാലത്തെ വർദ്ധിച്ചു വരുന്ന വിടവ് പരിഹരിക്കുന്നതിനും ഭാവിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു തന്ത്രപരമായ അവസരം ന്യൂഡൽഹിക്ക് ലഭിക്കും. പതിറ്റാണ്ടുകളായി റഷ്യൻ സൈനിക ഹാർഡ്വെയറിൻ്റെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരിൽ ഒരാളാണ് ഇന്ത്യ. ഈ സഹകരണം ആ പ്രതിരോധ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. തീർച്ചയായും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രായമാകുന്ന ഗജ്രാജ് ഫ്ലീറ്റിന് അടിയന്തരമായി പകരം വിമാനങ്ങൾ ആവശ്യമാണ്. 4 പതിറ്റാണ്ടുകളായി വ്യോമസേനയുടെ എയർലിഫ്റ്റിംഗ് ഘടകത്തിൻ്റെ നട്ടെല്ലായിരുന്ന ഗജ്രാജ് അഥവാ കിങ് എലിഫന്റ് എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന IL-76 അത് റഷ്യൻ നിർമ്മിത വിമാനമാണ്. അതിൻ്റെ സേവന ജീവിതത്തിൻ്റെ അവസാനത്തോടടുക്കുകയാണ്. 1985-നും 89-നും ഇടയിൽ സർവീസ് ആരംഭിച്ച ഈ ഫ്ലീറ്റ് ഗുരുതരമായ അറ്റകുറ്റപ്പണി പ്രശ്നങ്ങൾ മൂലം അനവധി ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. 2017 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം IL-76 ഫ്ലീറ്റിൻ്റെ സേവനക്ഷമതാ നിരക്ക് ആശങ്കാജനകമാം വിധം താഴ്ന്നു. ചിലപ്പോൾ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ 70% അപേക്ഷിച്ച് അത് 40%-ലും താഴെയായി. സ്പെയർ പാർട്സുകളുടെ ദീർഘകാല ക്ഷാമം ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നു. ഇത് പലപ്പോഴും ഈ ഫ്ലീറ്റിൻ്റെ ഒരു പ്രധാന ഭാഗത്തെ നിലംപരിശാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് പ്രവർത്തനക്ഷമമല്ലതാക്കിയിട്ടുണ്ട്. ഇത് സൈനികരെയും ഭാരമേറിയ ഉപകരണങ്ങളെയും കൊണ്ടുപോകാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് തന്ത്രപരമായി വളരെ ഉയരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക്. വ്യോമസേനയുടെ 11 അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ്മാസ്റ്റർ 3 വിമാനങ്ങൾ അസാധാരണമാം വിധം വിശ്വസനീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയുടെ ലഭ്യത ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. കാരണം 2015 ബോയിങ് അവയുടെ ഉൽപാദനം അടച്ചുപൂട്ടി. ഇത് അവരിൽ നിന്ന് അധിക യൂണിറ്റുകൾ ഏറ്റെടുക്കുന്നത് മിക്കവാറും തന്നെ അസാധ്യമാക്കുന്നു. ഇത് വ്യോമസേനയുടെ ശേഷിക്കുന്ന 17 IL-76 വിമാനങ്ങൾക്ക് പ്രായോഗികവും ദീർഘകാലവുമായ ഒരു പകരക്കാരനെ തിരയാൻ ഇടയാക്കുന്നു. IL-100 സ്ലോൺ ഒരു ആധുനിക പിൻഗാമി തന്നെയാണ്. റഷ്യയുടെ പഴകിയ AN-124 IL-76 ഫ്ലീറ്റുകൾക്ക് പകരമായി ഒരു ആധുനിക തന്ത്രപരമായ എയർലിഫ്റ്റർ വികസിപ്പിക്കുക എന്ന സ്വപ്ന പദ്ധതിയാണ് IL-100 സ്ലോൺ. പ്രശസ്ത ഇല്യൂഷൻ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ഈ വിമാനം 100 മെട്രിക് ടൺ വരെ പേലോഡ് ശേഷിയുള്ള 4 എഞ്ചിൻ ട്രാൻസ്പോർട്ട് സംവിധാനമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ C-17നേക്കാൾ വളരെ കൂടുതലാണ്. കാരണം C-17 77 ടണ്ണാണ്. നമ്മുടെ കയ്യിലുള്ള IL-76 ആകട്ടെ 45-50 ടൺ വരെയാണ്. അതിൻ്റെ എല്ലാം ഇരട്ടിയാണ് ഇപ്പോഴത്തെ പുതിയ ഈ വിമാനമായ IL-100 സ്ലോൺ. ഉയർന്ന ചിറകുകളുള്ള കോൺഫിഗറേഷൻ, പിൻ ലോഡിംഗ് റാമ്പ് എന്നിവ പോലുള്ള C-17 സമാനമായ സവിശേഷതകളുള്ള ഒരു വിമാനമാണെന്നാണ് രൂപകൽപ്പനകൾ വെളിപ്പെടുത്തുന്നത്. കൂടാതെ വലിയ തരത്തിൽ ചരക്ക് കൊണ്ടുപോകുന്നതിനായി കൂറ്റൻ AN-124 റസ്ലൻ്റെ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന കഴിവുകൾ, സൈനികരെ വിന്യസിക്കുക, പ്രധാന യുദ്ധ ടാങ്കുകളും മറ്റ് ഹെവി സൈനിക ഹാർഡ്വെയറുകളും കൊണ്ടുപോകുക
മാനുഷിക സഹായ ദൗത്യങ്ങൾ നടത്തുക എന്നിവയ്ക്ക് വേണ്ടി സ്ലോൺ പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തരത്തിലുള്ള റൺവേകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. കാരണം ഹിമാലയം പോലുള്ള വിദൂര പ്രദേശങ്ങളിലെ സൈനിക ഔട്ട് പോസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ആവശ്യകത കൂടിയാണ് ഇത്തരം വിമാനങ്ങൾ. റഷ്യയിലെ യുണൈറ്റഡ് എൻജിൻ കോർപ്പറേഷൻ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4 നൂതന PD-35 ടർബോഫാൻ എഞ്ചിനുകളാണ് IL-100ന് കരുത്ത് പകരുന്നത്. ഓരോ എഞ്ചിനും ഏകദേശം 35 ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ എഞ്ചിനുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ചെറിയ PD-14 എഞ്ചിൻ്റെ കോ ഡിസൈനെ അടിസ്ഥാനമാക്കി ഭാരം കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി PD-35 കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ, 3D പ്രിന്റഡ് ഘടകങ്ങൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നു. 2030ഓടെ ഇതിന്റെ ഉൽപാദനം പ്രതീക്ഷിക്കുന്നതിനാൽ വികസനത്തിന് കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിലും എഞ്ചിന്റെ കോർ ഘടകങ്ങളുടെ വിജയകരമായ ഗ്രൗണ്ട് ടെസ്റ്റുകൾ പൂർത്തിയായി. പഴയ വിമാനങ്ങളെ അപേക്ഷിച്ച് സ്ലോണിന് കൂടുതൽ റേഞ്ച്, ഇന്ധനക്ഷമത, പേലോഡ് ശേഷി എന്നിവ നൽകുമെന്ന് ഈ പുതിയ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉറപ്പു നൽകുന്നു. സ്ലോൺ പ്രോഗ്രാമിലെ പങ്കാളിത്തം ഇന്ത്യൻ എയർഫോഴ്സിന് IL-76ന് പകരമാവുക മാത്രമല്ല, നിലവിലുള്ള C-17 ഫ്ലീറ്റിനേക്കാൾ മൊത്തത്തിലുള്ള എയർലിഫ്റ്റ് ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് ഈ 3 വിമാനങ്ങളുടെയും പേലോഡ് ശേഷി പരിശോധിക്കാം. IL-76MDയുടെ പേലോഡ് ശേഷി 45 മുതൽ 50 ടൺ വരെയാണ്. എന്നാൽ C-17 ഗ്ലോബ് മാസ്റ്ററിൻ്റെതാകട്ടെ 77 ടണ്ണാണ്. IL-100 സ്ലോൺ, അതായത് ഇപ്പോൾ റഷ്യ നമ്മെ ക്ഷണിച്ച പ്രോജക്റ്റിൻ്റെ വിമാനമായ IL-100 സ്ലോണിൻ്റെ അത് 90 മുതൽ 100 ടൺ വരെയാണ്. മാത്രമല്ല, ഒറ്റ പ്രാവശ്യം ഇന്ധനം നിറച്ചുകൊണ്ട് എത്ര ദൂരം പറക്കാം എന്നതിൻ്റെ ശേഷി നോക്കിയാൽ IL-76ന് 4000 കിലോമീറ്റർ പറക്കാൻ സാധിക്കും. C-17 ഗ്ലോബ് മാസ്റ്ററിനാകട്ടെ 4400 മുതൽ 5000 കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കുമെങ്കിൽ ഈ പുതിയ പ്രോജക്റ്റായ IL-100 സ്ലോൺ ആകട്ടെ 5000-ന് മുകളിൽ കിലോമീറ്ററുകൾ പറക്കാൻ സാധിക്കുമെന്നാണ് കണക്കു കൂട്ടിയിട്ടുള്ളത്. ഇനി റൺവേ ആവശ്യകതകൾ നോക്കിയാൽ IL-76ന് 3000 കിലോമീറ്റർ ആണ്. എന്നാൽ C-17 ഗ്ലോബ് മാസ്റ്ററിനാകട്ടെ 914 മീറ്റർ മതി. എന്നാൽ IL-100 സ്ലോണിനാകട്ടെ 2500 മീറ്റർ ആണ്. സേവനക്ഷമത, അത് ഇന്ത്യൻ എയർഫോഴ്സ് സേവനക്ഷമതയെ അടിസ്ഥാനമാക്കി കണക്കാക്കിയിട്ടുള്ള നിരക്ക് നോക്കിയാൽ IL-76MDക്ക് വെറും 38% ഉള്ളൂ. എന്നാൽ C-17 ഗ്ലോബ് മാസ്റ്ററിനാകട്ടെ 100% ഉണ്ട്. IL-100 സ്ലോണിനാകട്ടെ അത് ഇനിയും തീരുമാനിക്കേണ്ടതാണ്. ഇനി എൻജിൻ ത്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. IL-76MD ആകട്ടെ 4 എഞ്ചിനുകൾ വഹിക്കുന്നുണ്ട്. ഓരോ എഞ്ചിനും 117 കിലോ ന്യൂട്ടൺ വീതമാണ്. C-17 ഗ്ലോബ് മാസ്റ്റർ ആകട്ടെ അതും 4 എഞ്ചിനുകളാണ്, ഓരോന്നും 178 കിലോ ന്യൂട്ടൺ വീതം. IL-100 സ്ലോൺ ആകട്ടെ 4 എഞ്ചിനുകളിൽ ഓരോന്നും 380 കിലോ ന്യൂട്ടൺ വീതം. റഷ്യ ഇന്ത്യയെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലൂടെ 2 രാജ്യങ്ങൾക്കും അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാവുക. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്ത പങ്കാളിയുമായി സഹകരിച്ച് ഒരു അടുത്ത തലമുറ വികസിപ്പിക്കുന്നതിൻ്റെ തന്ത്രപരമായ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായുള്ള നേട്ടങ്ങളാണ് അവർക്ക് പ്രധാനമായും ഉണ്ടാകുന്നത്. ഇന്ത്യക്കാവട്ടെ അത്തരമൊരു വിമാനം, അതിൻ്റെ സാങ്കേതിക വിദ്യകൾ എല്ലാം പഠിക്കുന്നതിലൂടെയും കരസ്ഥമാക്കുന്നതിലൂടെയുമുള്ള നേട്ടങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സൂപ്പർ ഹെവി എയർലിഫ്റ്ററുകൾക്ക് ആഗോളതലത്തിൽ പരിമിതമായ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരം വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ IL-100 സ്ലോൺ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫ്ലീറ്റിനെ ആധുനികവൽക്കരിക്കുന്നതിന് ആകർഷകമായ ഒരു മുന്നോട്ടുള്ള പാതയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.